ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ. മീശയ്ക്ക് ഡൈ പുരട്ടി കറുപ്പിച്ചിട്ട് ഭാര്യ മുടി കറുപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, അയാൾക്ക് ഞാൻ രൂപ കൊടുത്തു, പറഞ്ഞയച്ചു. കിണറ്റിൽ മൂത്രമൊഴിക്കും, ആ വെള്ളം നമ്മൾ കുടിക്കേണ്ടി വരും. ഭാര്യ പറഞ്ഞു, അയാൾ ഈ രാജ്യം വിട്ട് പോകുകയാണ്. ഭാര്യയും മറ്റും അങ്ങ് തോട്ടത്തിലാണ്, അവിടെ പണിയുണ്ട്. അയാളും പോകുന്നുണ്ട്. ഇനിയിപ്പോൾ കിണറ്റിൽ ആരിറങ്ങും? കുറേ സമയം കഴിഞ്ഞ് ഭർത്താവ് പറഞ്ഞു, എടി, കിണറ്റിൽ ഞാൻ ഇറങ്ങാം. ആ അഗാധതയിലേക്കോ? വേണ്ട, പോടി. നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എത്രയോ കിണറുകളിൽ ഇറങ്ങിയിരിക്കുന്നു. തെങ്ങിൽ കയറുക, കയറു വൃക്ഷക്കൊമ്പിൽ കെട്ടിയിട്ട് തൂങ്ങി കൈകൊണ്ട് പിടിച്ചു കയറുക, അതൊക്കെ അന്ധകാലം. ഇന്നകാലത്തിന് എന്താ? പല്ലു തേപ്പ് കുടിയെല്ലാം കഴിഞ്ഞ് ചായ കുടിച്ച് ഒരു സിഗരറ്റും പുകച്ചുകൊണ്ട് ഭർത്താവ് കിണറ്റിൻകരയിൽ നിൽക്കുന്ന ഭാര്യയുടെ അനുജത്തി, ഭാര്യ സ്കൂൾ ഫൈനലിന് പഠിക്കുന്ന മോൾ, നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന മോൻ എന്നിവരുണ്ട്. ശരിക്കും മൂത്രമൊഴിച്ച് കഴുകിയിട്ട് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നീ പോയിട്ട് പശുവിനെ കെട്ടുന്ന ഏറ്റവും നീളം കൂടിയ കയറ് കൊണ്ടുവരൂ. എന്തിനാണ്? കിണറ്റിലിറങ്ങി നിന്റെ കെട്ടുതാലി എടുക്കാൻ. ഓർത്തിട്ട് എൻ്റെ ദേഹം വിറയ്ക്കുന്നു. വിറയ്ക്കാനൊന്നുമില്ല, എനിക്ക് പേടിയാകുന്നു. മകൾ പറഞ്ഞു, ടാറ്റ. ഇറങ്ങേണ്ട. മകനും മകളും ടാറ്റ എന്നാണ് വിളിക്കുന്നത്. പിന്നെ എങ്ങനെ എടുക്കും? കുറേ കഴിഞ്ഞ്, എടി, എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഞാൻ ഇറങ്ങിയെടുക്കാം. ഭാര്യ പോയി നീളമുള്ള കയറ് കൊണ്ടുവന്നു. ഭർത്താവ് അതിൻ്റെ ഒരു തുമ്പ് കിണറ്റിനടുത്തുള്ള തെങ്ങിൽ കെട്ടിയിട്ട് കയറ് കിണറ്റിലേക്ക് ഇട്ടു. അതിൻ്റെ മറ്റേ തുമ്പ് വെള്ളത്തിൽ വീണ് കിടക്കുന്നു. ഭർത്താവ് കയറിൽ പിടിച്ച് പതുക്കെ കിണറ്റിലേക്ക് ഇറങ്ങി. വശത്ത് ചവിട്ടി പിടിച്ച് താഴത്തേക്ക് ഇറങ്ങി. തണുപ്പുള്ള വലിയ തുളയിലേക്ക് ഇറങ്ങുന്നത് പോലെ, വായു നിലച്ച മട്ട്. ബലത്തിൽ രണ്ട് കൈകൊണ്ടും കയറിൽ പിടിച്ച് ചവിട്ടി കിണറിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അടുത്ത് ചെന്നു. വെള്ളം കണ്ണുനീര് പോലെ അടിയിൽ സ്വർണ്ണമാല വെട്ടിത്തിളങ്ങുന്നു. രണ്ടും കൽപ്പിക്കാനൊന്നുമില്ല. ധൈര്യത്തോടെ പിടിവിട്ട് വെള്ളത്തിൽ ഇറങ്ങി. വെള്ളം എത്രയുണ്ടെന്ന് ഒരു ഊഹമുണ്ട്. കാലുകൾ കൊണ്ട് തുഴഞ്ഞു, മുങ്ങിത്താണു. ഊഹം തെറ്റിയിരിക്കുന്നു. വെള്ളം ഊഹിച്ചതിലും ഇരട്ടിയുണ്ട്. ശ്വാസം പിടിച്ച് തുഴഞ്ഞ് പിന്നീട് താണു. അടിയിലെത്തുന്നില്ല. ശ്വാസം മുട്ടൽ പോലെ. പിന്നീട് താണു. തലയ്ക്കകത്ത് മണിമുഴക്കം പോലെ. ശ്വാസം നിന്നു പോകുമോ? ചങ്ക് പൊട്ടാൻ പോകുന്നത് പോലെ. വെള്ളത്തിനടിയിലെത്തി മാലയുമായി പൊങ്ങി കയറിൽ പിടിച്ച് ശ്വാസം കഴിച്ചു. ഭയങ്കരമായ കിതപ്പ്, ആകെ തളർച്ച. മാല കടിച്ചു പിടിച്ചുകൊണ്ട് തോർത്ത് പിഞ്ഞു തല തുവർത്തി. എന്നിട്ട് കിതപ്പോടെ പറഞ്ഞു, ബക്കറ്റ് ഇറക്ക്. ബക്കറ്റ് വന്നു. അത് സ്വർണ്ണമാലയും കണ്ണടയും ഇട്ടുകൊടുത്തു. മാലയും കണ്ണടയുമായി ബക്കറ്റ് മുകളിലെത്തി. പരിഭ്രമം, തളർച്ച, ആകെ കുഴഞ്ഞു. കയറിലെ പിടിവിട്ടു പോകും.